ഹായ് ഹലോ നമസ്കാരം. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ കൈരളി ടിവിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി മലയാളികളുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന നമ്മുടെ സ്വന്തം ഷെഫ് സുരേഷ് പിള്ളയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഫസ്റ്റ് തന്നെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും ഒരു ക്രിസ്മസ് വന്നിരിക്കുകയാണ്. ഒരുപാട് ക്രിസ്മസ് ഓർമ്മകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലും പുറത്തൊക്കെ ഒരുപാട് ക്രിസ്മസ് ആഘോഷിച്ച ഒരാളാണ്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരു ക്രിസ്മസ് ഓർമ്മ പറയാനാണെങ്കിൽ ഇത്രയും വർഷത്തിനുണ്ട് നല്ലൊരു ക്രിസ്മസ് ഓർമ്മ പറയുകയാണെങ്കിൽ ഷെഫ് ഏതായിരിക്കും പറയാം? എൻ്റെ ഒരു പ്രൊഫഷണൽ കരിയറിൽ കുറേ ബെസ്റ്റ് ക്രിസ്മസ് ഇതുണ്ട്. പക്ഷെ എൻ്റെ ശരിക്കുള്ള എൻ്റെ നൊസ്റ്റാൾജിക് ക്രിസ്മസ് എൻ്റെ നാട്ടിൽ, അതായത് എൻ്റെ ഒരു ചെറുപ്പ സമയത്തും നമ്മുടെ വീടിനടുത്ത് കുറച്ച് ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് എനിക്ക് ഭയങ്കര മെമ്മറബിളാണ്. ആ ടൈമിൽ ക്രിസ്മസിനാണ് ഈ ഇറച്ചി കഴിക്കാൻ പറ്റുക. നമുക്കൊന്നും അന്ന് അത്ര എൻ്റെ കുട്ടിക്കാലത്തൊന്നും നമുക്ക് ഇഷ്ടം പോലെ ചിക്കനോ അല്ലെ ബീഫ് മീറ്റൊന്നും കിട്ടത്തില്ല. വല്ലപ്പോഴും ഏതെങ്കിലും കടയിലെങ്ങാനും പോകുമ്പോഴോ എന്നൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഈ ക്രിസ്മസ് ഡേയിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ അവർ ക്രിസ്മസിന് മുന്നേ നമുക്കവിടെ ഒരു ഏത്തപ്പഴമാണ് ആദ്യം മെയിൻ. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഏത്തപ്പഴം വെച്ചൊരു സ്പെഷ്യൽ ഡിഷുണ്ട് രാവിലെ, അപ്പം. അപ്പോൾ എല്ലാവരും ഏത്തപ്പഴമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ക്രിസ്മസിന് ഓരോ കൊലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് ഏത്തക്കൊലയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ രാവിലത്തെ ഈ ഏത്തക്ക കൊതപ്പിച്ചെന്ന് പറഞ്ഞൊരു ഡിഷാണ്. തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ ഏത്തപ്പഴത്തിനകത്ത് ഇട്ടിട്ട് ഒരു സ്റ്റൂവിന്റെ ടൈപ്പാണ്. നല്ലൊരു മധുരം. അതും അപ്പോട്ട് കഴിക്കും. അത് കഴിഞ്ഞ് ബ്രെഡും സ്റ്റൂ ആയിട്ട് കഴിക്കും. അപ്പോൾ ഈ മൊത്തം മീറ്റ് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ക്രിസ്മസിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഡെസ്പറേറ്റ്ലി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആസ് എ ഷെഫ് എന്ന നിലയിൽ ലോകത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡൊക്കെ എനിക്ക് പല രാജ്യങ്ങളിലും ക്രിസ്മസിനൊക്കെ പോയി, ഇംഗ്ലീഷുകാരുടെയൊക്കെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഘോഷം. അവരുടെ ഏറ്റവും വലിയ ആഘോഷം അതാണ്. നമുക്കിവിടെ ഓണമുണ്ട്, വിഷുവുണ്ട്, പെരുന്നാളുണ്ട്, അല്ലെ ക്രിസ്മസ് അങ്ങനെയല്ലേ. അവരുടെ ഒരു മെയിൻ ആഘോഷം എന്ന് വെച്ചാൽ ആ ക്രിസ്മസ് ആണ്. ഫാമിലി തമ്മിൽ മീറ്റ് ചെയ്യുന്നതൊക്കെ വൺസ് ഇൻ എ ഇയർ. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സെലിബ്രേഷൻ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ പോയി കണ്ടപ്പം നമ്മൾ പലതും കണ്ടു. പക്ഷെ എൻ്റെ മെമ്മറി ആ ഒരു 2ാം ക്ലാസ് മുതൽ ഒരു 8, 9, 10 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ ടൈമിലത്തെ നാട്ടിലത്തെ കൊല്ലത്തെ ക്രിസ്മസും എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റി നമ്മളെ വിളിച്ചിട്ട് ഫുഡ് കൊണ്ടുവരും. അതുപോലെ അപ്പുറത്തൊക്കെ ബാക്കിയുള്ള വീട്ടുകാരെല്ലാം ഗിഫ്റ്റ്. നമുക്ക് അന്ന് വെച്ചാൽ ക്രിസ്മസിന് അവർ കുറേ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. കേക്ക്, എസ്പെഷ്യലി ഒരു വൈൻ, ഹോം മെയ്ഡ് വൈൻ ഉണ്ടാവും, കുറേ പലഹാരങ്ങൾ കൊണ്ടുവരും. ഏത്തപ്പഴം നിർബന്ധമാണ്. അപ്പം നമ്മൾ ഇതെല്ലാം വാങ്ങിച്ച് ക്രിസ്മസിന് തൊട്ടടുത്തുള്ള ഫാമിലീസ് എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. നമ്മൾ ഓണത്തെ അവർക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ചിപ്സും പായസം ഒക്കെ ആയിട്ട് കൊടുക്കും. പക്ഷെ പകരം വരും എൻ്റെ വീടുകളിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പൊ ക്രിസ്മസ് എൻ്റെ ഫുഡിന്റെ കാര്യത്തിൽ പല പെരുന്നാളുണ്ടെങ്കിലും എനിക്ക് പല പെരുന്നാളോ അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഭക്ഷണമാണ്. അപ്പൊ അത് ആസ് എ കുട്ടിക്കാലത്ത് നമ്മളത് അത്ര എൻജോയ് ചെയ്യുന്നില്ല. അതിന് പായസം കുടിക്കാന്ന് മാത്രമാണ് അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ. പായസം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രിസ്മസ് ഇസ് ലൈക്ക് ഒരു ഫൂഡിയായി, ഒരു ഷെഫായതിനു ശേഷമാണ് കഴിഞ്ഞ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കഴിച്ച ഭക്ഷണവും അത്രയും വലിയൊരു ഫീസ്റ്റ് ഒരുമിച്ച് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. പാലപ്പവും ഈ പറഞ്ഞ ഏത്തക്ക കൊതപ്പിച്ചത്, പിന്നെ ബ്രെഡും സ്റ്റൂ, ഫിഷ്, പിന്നെ ലഞ്ച് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ചിക്കനും ബീഫും അതുപോലെ താറാവ്, ഇതെല്ലാം സാധനമായിട്ട് ഒരുമിച്ച് നമ്മൾ കഴിച്ചിട്ടേ ഇല്ല. പിന്നീട് എത്രയോ വലുതായി അല്ലെങ്കിൽ വലിയതായി ഒരു ബൊഫയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവില്ല. അവർക്ക് ഇതെല്ലാം എപ്പോൾ വേണേലും കിട്ടും. ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനി മൊമെന്റ് ദേ ക്യാൻ, എല്ലാവർക്കും ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ എന്റെ ക്രിസ്മസ് സെലിബ്രേഷനും ഓർമ്മയൊക്കെ എപ്പോഴും ആ പഴയ അതൊരിക്കലും മാറുന്നില്ല. ഓണമൊക്കെ എനിക്ക് നമ്മളിപ്പോ പറഞ്ഞാലും ഏത് സമയത്തും അത് ഒരേപോലെ തന്നെയാണ്. പക്ഷെ ക്രിസ്മസ് ഹാപ്പിനെസ് ഭയങ്കരം. പിന്നീട് ഞാൻ കുറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് വേൾഡ് മൊത്തത്തിൽ സന്തോഷിക്കുന്ന ഒരു സമയത്താണ്. ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരാഘോഷിക്കും. അല്ലെങ്കിൽ അതേപോലെയാണ് പെരുന്നാളും നമുക്കറിയാം. പക്ഷെ ക്രിസ്മസ് വേൾഡ് വൈഡ് അവിടെ അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി എന്നല്ല. സോ എല്ലാവർക്കും ഒരു സീസണാണ്, ഫെസ്റ്റിവൽ സീസൺ, ഹോളിഡേ സീസൺ, ഡിസംബർ മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ് തരുന്നൊരു സമയം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഫെസ്റ്റീവ് മൂഡിലായിപ്പോകും. ഞാൻ പ്രത്യേകിച്ച് അത് യൂറോപ്പിലെത്തിയപ്പോഴാണ് അതിന്റെ ഏറ്റവും ബ്യൂട്ടി മനസ്സിലായത്. ക്രിസ്മസിന് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, നെക്സ്റ്റ് ഡേ ബോക്സിംഗ് ഡേ, അതൊക്കെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണല്ലോ അറിയാം എന്താണ് ഈ ബോക്സിംഗ് ഡേ. ബോക്സിംഗ് ഡേക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടും.
ആളുകൾ. അപ്പൊ പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഈ ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുള്ള പേരാണ്. പിന്നീട് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫേമസ് നമുക്കറിയാം, എല്ലാ വർഷവും ഡിസംബർ 26 ഒരു ടെസ്റ്റ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരിക്കും. ഏതർ ആഷസ് അല്ല ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ടീമാണ്. അപ്പൊ അതൊക്കെ പിന്നീട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ആ മെമ്മറീസിൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെ സോ ക്രിസ്മസ് വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ഫോർ മീ. ഈ കൊല്ലത്തിലെ ക്രിസ്ത്യൻ രുചിക്കൂട്ടാണ് സാർ ഇപ്പൊ ഷെയർ ചെയ്ത് തന്നത്. അതെ, അതും അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രുചിക്കൂട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഭയങ്കര കേൾക്കുമ്പോൾ പുതിയതായിരുന്നു എനിക്ക്, ഇങ്ങനെ ഒരു രുചിക്കൂട്ടുണ്ട് കൊല്ലത്തുള്ളത് എന്ന് പറയുന്നത്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് തരം ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിഷ് എന്തായാലും ഉണ്ടാവല്ലോ. ക്രിസ്മസ് ആകുമ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്തായിരിക്കും? ക്രിസ്മസിന് പൊതുവെ നമ്മുടെ ഏറ്റവും എല്ലായിടത്തും കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കേക്കാണ്. അതെല്ലാവർക്കും അറിയാം. കേക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിസ്മസിന്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് ആ പ്ലം കേക്ക് എന്ന് പറയുന്നത്. ആ ഒരു സീസണിൽ മാത്രം ആളുകൾ കഴിക്കും. അപ്പൊ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇവിടെ നാട്ടിൽ ഇപ്പോൾ അത് ഭയങ്കര അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് നമുക്കിരിക്കാം, ഇരുന്ന് സംസാരിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേക്കിനെ കുറിച്ച് ചോദിച്ചു കാരണം. ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ കേക്ക് പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിംഗ് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ അടുത്തൊരു 10 years ആയപ്പോഴാണ് ഈ കേക്ക് ഇത്രയും പ്രചാരത്തിലായത്. അത് ഭയങ്കര ഒരു സെലിബ്രേഷൻ. ഹോട്ടലില് കേക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞൊരു സെറമണി അതിപ്പം ഭയങ്കര എല്ലാ ഹോട്ടൽസിലും നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആളുകൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ഇതിന് വേണ്ട എല്ലാ സ്പൈസസും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളി ഷെഫ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് ഗസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ട് അതിനകത്ത് വൈൻ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ചേർക്കേണ്ടതാണെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് ഇതിനെ മിക്സിങ് ചെയ്യും. അപ്പോൾ ഇത് ആദ്യം മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനെ മെച്ചർ ചെയ്തിട്ടാണ് പിന്നെ അത് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഈ കേക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും സന്തോഷിച്ചത് കേരളത്തിലാണിത്. ആക്ച്വലി ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ ഒരു ഉത്ഭവമെങ്കിലും കേരളത്തിൽ ഏകദേശം 1800 തലശ്ശേരി നിങ്ങളുടെ നാട്ടിലാണ് അറിയാലല്ലേ. മമ്പള്ളി ബാപ്പു അദ്ദേഹമാണ് ഒരു ഫസ്റ്റ് ബേക്കർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ തന്നെ. അപ്പം ആ ഒരു ടൈമിൽ ഈ ബേക്കിംഗ് ഒക്കെ നമുക്ക് സ്വപ്നം ഇപ്പം പോലും ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ടാണ് ബേക്കിങ്ങിനെ കുറിച്ച് കേരളത്തിലുള്ളവർക്ക് കുറച്ചെങ്കിലും ഒരു താല്പര്യമായതും. വീട്ടിലൊരു ഓവൻ, നമ്മുടെ ഒരു ഫുഡിന് ഓവൻ എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലേ. സോ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഓവൻ എന്ന് പറഞ്ഞ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബേക്കിങ്ങിനെ കുറിച്ചുള്ള നോളജ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഓവനുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആളുകൾ കുക്കറിനകത്ത് വരെ കേക്ക് ഉണ്ടാക്കാനുള്ള പരീക്ഷണം അത്രയ്ക്ക് നെക്സ്റ്റ് ലെവലാണ് നമ്മുടെ നാട്ടിൽ. ഇതിനെക്കുറിച്ച് പ്രചാരമായപ്പം ആ ലെവലിലേക്ക് പോയി. അപ്പം ഈ ഒരു സമയത്ത് 1800-കളിലൊക്കെ ഇങ്ങനെ ഒരു ബേക്കിംഗ് ഒക്കെ കേരളത്തിൽ തലശ്ശേരിയിൽ ചെയ്യണം അദ്ദേഹം. അപ്പൊ ആ ഒരു ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. അപ്പൊ അത് പിന്നീട് ഇങ്ങനെ വന്ന് ഇപ്പൊ കൊച്ചിയിൽ ഇപ്പൊ പന്തലിന്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കേക്ക് മട്ടാഞ്ചേരി കേക്ക് എത്രയാ അതിന്റെ നമ്പേഴ്സ് അവർക്ക് പോലും അറിയില്ല എത്രയാണ് അത് വിറ്റ് പോകുന്നത്. അത്രയ്ക്ക് അതേപോലെ എത്രയോ പ്ലേയേഴ്സ് എല്ലാവരും ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ ഹോട്ടൽസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രമാത്രം കേക്ക് കൺസ്യൂംഷൻ ഉണ്ടെന്നുള്ളതാണ്. സോ ഈ ഈച്ച് ഹോട്ടലിൽ 1000-2000 കിലോ അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് നമ്പർ ഓഫ് കേക്കാണ് ഈ ഒരു 30 days ഇല്ല, എല്ലാവരും വിൽപ്പന തുടങ്ങുന്ന ഒരു ക്രിസ്മസിന്റെ അടുപ്പിച്ചൊരു 18-20. ആക്ച്വലി ഇപ്പൊ ഒരു ടൈമിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച കൊണ്ടാണ് ഇത്രയധികം കേക്കുകൾ വിറ്റ് തീരുന്നത്, ആളുകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പൊ ഇത് നമുക്കും എല്ലാ റെസ്റ്റോറൻറ്റ്സിലും സാധാരണ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ ആദ്യം തന്നെ ഈ കേക്ക് മിക്സിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ, എല്ലാ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യും. ഇതിനൊരു റെസിപ്പി ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ യൂണിക് റെസിപ്പി ഉണ്ടാവും, അതിന്റെ സ്പൈസസ് ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഈ നട്ട്സും ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട് കുറേ സമയം. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യണം ഓരോ നട്ട്സ്. ഇപ്പം ഉണക്കമുന്തിരിയാണ് അതിൻ്റെ എല്ലാ തട്ടും എല്ലാം കളഞ്ഞ് അത് ഷെഫ്സുമാരെല്ലാം കൂടെ ഒരു 1 week ടൈമാണ് ഇതാദ്യം പ്രൊക്യൂർ ചെയ്ത് ഫ്രൂട്ട്സും ഇതെല്ലാം എത്ര കിലോ ആണോ വാങ്ങിക്കണം. ഇപ്പം 20 കിലോ അണ്ടിപ്പരിപ്പാണോ, അല്ലെങ്കിൽ എത്ര കിലോ നമ്മുടെ ഉണക്കമുന്തിരിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു റെസിപ്പിക്ക് അനുസൃതമായിട്ട് എല്ലാം വാങ്ങിച്ച് ഓരോന്ന് സെറ്റ് ചെയ്ത് മിക്സ് ഡേയിൽ വലിയൊരു ടേബിൾ ഉണ്ടാക്കി അത് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ വെക്കും. ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് കുട്ടികൾ എല്ലാവരും ഒരു ക്രിസ്മസ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഒരു സെലിബ്രേഷൻ പോലെ ഒരുമിച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് വേണ്ട ഈ പറഞ്ഞ പാനീയങ്ങളെല്ലാം ഒഴിക്കുകയാണ്. വൈൻ, റം, അങ്ങനെ ഷാമ്പെയിൻ ഒഴിക്കുന്നതുണ്ട്, പലതരത്തിലുണ്ട്. അത് നമ്മുടെയൊക്കെ ഫ്ലേവർ അനുസരിച്ചിട്ട് മാറ്റിയിട്ട് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര രസമാണത്. അപ്പൊ എനിക്കത് ഏറ്റവും ഇഷ്ടം. ഞാൻ ഈ വർഷം ഒരു 5 കേക്ക് മിക്സിങ്ങിന് പങ്കെടുത്തു. വയനാട്ടിൽ പോയപ്പോൾ ചെയ്തു, ഇവിടെ വന്ന് ഈ ഇതിന്റെ ചെയ്തു, അല്ലാതെ ലൈമറിഡിയനിൽ ചെയ്തു, വേറെ ഖത്തറിൽ പോയി ചെയ്തു, എവിടേക്കോ ചെയ്തു. പോകുന്നിടത്തെല്ലാം കേക്ക് മിക്സിങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിളിക്കും, നമുക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സന്തോഷമാണ്. അങ്ങനെ അത് മിക്സ് ചെയ്ത് മെച്ചറാക്കി വെക്കും. അത് പ്രീവിയസ്, അത് കുറച്ചുകൂടെ മെച്ചറാവുന്ന ലാസ്റ്റ് ഇയറിന്റെ സാധനം ഉണ്ടാവും. അപ്പൊ അത് കുറച്ചുകൂടെ ആൽക്കഹോളിനകത്ത് ഇരുന്ന് സോക്ക് ചെയ്ത് അതിന്റെ ഫുൾ ഫ്ലേവറാണ്. അപ്പൊ അത് പിന്നീട് ബാറ്റർ ഉണ്ടാക്കി ഈ ഫ്രൂട്ട് മിക്സ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട്
അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ ആക്കിയിട്ട് പിന്നീട് ഓവനിൽ അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചു, ചില്ലാക്കി. ചിലപ്പോൾ അതിൻ്റെ മോയ്സ്ചറിന് വേണ്ടിയിട്ട് അതിന് സ്പ്രേ ചെയ്തിട്ട് ഫൈനൽ ബോക്സ് ആക്കിയിട്ടാണ് ഈ സാധനം വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആളുകൾ ഏറ്റവും അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയമാണ് ക്രിസ്മസ്. പിന്നെ പ്രത്യേകിച്ച് കാരണം നമുക്ക് പറയാം ഇവിടെ നോമ്പാണ്. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു 1 month നോമ്പൊക്കെ എടുത്തിട്ട് ആളുകൾ കാരണം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവേ നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു 1 month ബ്രേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞ് നേരെ ഫീസ്റ്റിലോട്ടാണ് പോവുക. അപ്പൊ അവരുടെ ആ ഒരു ബാക്കിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വ്രതം നിൽക്കും, അല്ലെങ്കിൽ മറ്റേതിലൊക്കെ ശബരിമലയിൽ പോകുന്ന സമയത്തൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒറ്റയടിക്കും ഇതേപോലെ കിട്ടില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ മതി. അതല്ല, ആ ക്രിസ്മസ് 1 month നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസിന് അങ്ങനെ ഒരു എല്ലാ ഫാമിലീസൂടെ മുമ്പിൽ ഇരുന്ന് വിഭവസമൃദ്ധമായ നോൺ വെജിന്റെ ഒരു ബഹളാണ്. ചില കോട്ടയത്തൊക്കെ പോകുമ്പോഴാണ് അതിന്റെ വേറെ തരം ലെവൽ. ഞാൻ എല്ലാ സ്ഥലത്തും പോയി ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പം കോട്ടയം സൈഡിലുള്ള ഒരു ക്രിസ്മസ്, ഈവൻ ഈ അങ്കമാലി, കാലടി, അവിടെയൊക്കെ ഒരു ക്രിസ്മസ് വേറെ രീതിയാണ്. അപ്പൊ അതേപോലെ മലബാറിൽ പോകുമ്പോൾ വേറെ സ്റ്റൈൽ ഓഫ് ക്രിസ്മസ് ഫുഡിന്റെ കാര്യത്തിലാണ് പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ കോട്ടയം, പാല ഇവിടെ നിന്നൊക്കെ പുറത്തെ ക്രിസ്മസിന്റെ ഫുഡ് ടേബിൾ വേറെ ലെവൽ. താറാവ്, പോത്ത്, പന്നി, വട്ടവർ എന്തൊക്കെ ഉണ്ടാച്ചു. ഇപ്പൊ കാടയും കൂടെ അടി എന്തൊക്കെ ലീഗലി അവൈലബിൾ ആയിട്ട് ഇവിടെ മീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ സീ ഫുഡ് ഉണ്ടോ, ഇതെല്ലാ സാധനവും അവരന്ന് അത് കുക്ക് ചെയ്യുകയും അത് വിളിച്ച് ഒരുമിച്ചിരുന്ന ഒരു ഫീസ്റ്റ് പോലെ ടേബിളിനകത്ത് പാലപ്പം, സ്റ്റൂ, ബ്രെഡ്, ചോറ്, മോരുകറി, മീൻ വറ്റിച്ചത്, പൊരിച്ചത്, പിന്നെ പോത്ത് ഇറ്റ്സ് എ മസ്റ്റാണ് ഇതിനകത്ത്. അപ്പം പിന്നെ മട്ടൻ, ഇതെല്ലാം താറാവെല്ലാം വരും. പക്ഷെ ഇതിന്റെയൊക്കെ വേറൊരു സൈഡ് എന്ന് വെച്ചാൽ, ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ വെച്ചാൽ അവിടെ എല്ലാം റോസ്റ്റാണ്. അന്നൊരു ടർക്കി, അത് നമ്മൾക്കത് ഇപ്പൊ ഇവിടെ ഒരു ആചാരം പോലെങ്കിൽ അത് നമ്മളത് എൻജോയ് ചെയ്യുന്നില്ല. നമുക്ക് ആ ടർക്കി മീറ്റിനെ ചിലപ്പോൾ അവരുടെ ഒരു ഹോൾ ടർക്കി എന്ന് വായിക്കുക, അല്ലെങ്കിൽ ഹോൾ ഏതെങ്കിലും വലിയ ഗൂസ് അങ്ങനെയൊക്കെയുള്ള അല്ലെ വലിയ ഡെക്ക്, ഇതൊക്കെ എടുത്തിട്ട് അവർ സ്പൈസസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓവനിൽ റോസ്റ്റ് ചെയ്ത് വെച്ച് കുറേയധികം ബ്രെഡ്സ് ഉണ്ടാക്കും. ബ്രെഡ്സ് അവരുടെ ഹോം മെയ്ഡ് ബ്രെഡ്സ് ഉണ്ടല്ലോ ഓവനിൽ. അപ്പോൾ ബ്രെഡ്സ്, ഇതേപോലെ പുഡിങ്സ്, കാര്യങ്ങൾ, സാലഡ്സ്, അവരുടെ ഇങ്ങനെയുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് കുറേ വൈനൊക്കെ കുടിച്ച ആളുകൾ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ ഒരു 18 year കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 16 ഒക്കെ ആകുമ്പോൾ തന്നെ അവർ സെപ്പറേറ്റഡ് ആണ്. അവർ സെപ്പറേറ്റ് മീൻസ് അവരുടെ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി, പിന്നെ പാരൻസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എപ്പോഴും മെസ്സേജ് കാര്യങ്ങൾ, അല്ലാതെ ഒരു ഇവിടുത്തെ കണക്ക് ഒരു കല്യാണം കഴിക്കുന്നവരെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടു കിടക്കുന്ന നമ്മളവിടെ, അതൊക്കെയാണ് എനിക്ക് അവിടെ പോയിട്ട് കണ്ട വലിയ രസം. അവിടെ കുട്ടികളൊരു 16 year old ആകുമ്പോൾ തന്നെ അവർക്ക് ജോലി ചെയ്യാം ലീഗലി. അവർക്കൊരു സാലറി ഫിക്സ്, ഒരു ഈവൻ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് സാലറി പോലും. മിനിമം വേജസ് ഒരു 16 year old എത്ര, 17 year old, 18 year ആയ മിനിമം വേജസ്. അപ്പൊ എല്ലാവർക്കും ഇടല്ലോ. അപ്പൊ ഈ 16 വയസ്സ് തൊട്ട് അവർ ഏൺ ചെയ്ത് അവർ തന്നെ വർക്ക് ചെയ്ത് അവർ തന്നെ പഠിച്ച ഒരു കൾച്ചറിൽ 18 വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു അഡൾട്ട് ആയാൽ യു ഹാവ് ടു, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കേണ്ട വാടക ഉൾപ്പെടെ പാരന്റ്സിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമൊക്കെ എനിക്കറിയാം. അതൊരു നല്ല സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ 18 കഴിഞ്ഞാൽ അവരവരുടെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, അവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു, പൈസ ഏൺ ചെയ്യുന്നു. ചിലപ്പം പാരന്റ്സ് ഒരു ലോൺ സെറ്റ് ചെയ്ത് കൊടുക്കും, ഒരു നല്ല നിങ്ങൾക്ക് ഒരു പഠിക്കാനുള്ള. ബാക്കി റെസ്പോൺസിബിലിറ്റി എല്ലാം അവരുടെ തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം വരുന്ന ക്രിസ്മസിനാണ് പിന്നെ ഈ പാരന്റ്സിനെ കാണാൻ. അപ്പൊ അറിയാലോ 1 year ആയിട്ട് നമ്മള് പാരന്റ്സിനെ എങ്ങനെ കാണണേ, ഗൾഫിൽ പോയിട്ട് വരണം ഇല്ലേ? അല്ലാതെ നമുക്ക് ആ ഒരു ഫീൽ ഇല്ല. എല്ലാ ദിവസവും കാണുന്ന അച്ഛനും അമ്മയും തന്നെ ഒരു ഓണത്തിന് കാണുന്നുള്ള. ഇത് അങ്ങനെയല്ല. അവര് ഈ പറഞ്ഞതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ദേ ആർ സെപ്പറേറ്റ്. അവര് 18 വയസ്സാകുമ്പോൾ തന്നെ അവരെല്ലാം രണ്ട് വഴിക്കാണ്. അച്ഛനും പാരന്റ്സ് ചിലപ്പോൾ അവർ സെപ്പറേറ്റ് ആവാം, അല്ലെ അവർ സ്വന്തമായിട്ട് അവരെവിടെയെങ്കിലും ട്രാവൽ പോകും, അവർ വർക്ക് പോകും, വട്ടവർ. പക്ഷെ ഇവരെല്ലാവരും യോജിക്കുന്ന ഈ ക്രിസ്മസിനാണ്. അപ്പൊ ആ ക്രിസ്മസിന് അവരുടെ സെലിബ്രേഷന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമുക്കിത് ആഘോഷം മനസ്സിലാണെങ്കിൽ ഒരു 2 വർഷം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ദുബായിൽ പോയി 2 years കഴിഞ്ഞൊരു ഹോളിഡേ വരുമ്പം ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്, എല്ലാവരും ഒരുമിച്ച്. ആ ഹാപ്പിനെസ് അവർക്ക് വിദേശത്ത് പോവാണ്ട് ക്രിസ്മസിന് മസ്റ്റായിട്ട് കാണുകയും ഇതുപോലൊരു ആഘോഷത്തിൽ അത് പിന്നീട് നമ്മളവിടെ ചെന്ന് അതിന്റെ കുറെ വർഷങ്ങൾ നിൽക്കുമ്പോഴാണല്ലോ ഈ കൾച്ചറൊക്കെ മനസ്സിലാവുക. അപ്പൊ ആ രീതിയിൽ ഭയങ്കര രസമായിട്ടായിട്ട് തോന്നി. എനിക്കത് ഇപ്പൊ കേരളത്തില് ഒരു ഫുഡ് തന്നെ പല രീതിയിൽ ആളുകൾ കുക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ മലബാറിലേക്ക് വരുമ്പോഴും ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സെയിം ഡിഷ് പല രീതിയിൽ കുക്ക് ചെയ്യാം. അപ്പൊ ഷെഫിന്റെ ഏത് ജില്ലയിലാണ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളത്? ഞാനിപ്പോ അത് ഒരു ആദ്യമൊക്കെ ഞാൻ കുറച്ച് ബയസായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പം എല്ലാവർക്കും സ്വന്തം നാട്ടിലെ ഫുഡിനോട് അത്. പിന്നെ ഈ ഒരു മേഖലയിൽ ഒരു ഷെഫ് എന്ന നിലയിൽ കുക്ക് ചെയ്യുകയും കഴിക്കുകയും ട്രാവൽ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും നമ്മുടെ ഇൻഡസ്ട്രിയുടെ.
അപ്പോൾ ചില സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫുഡിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലബാറിൽ പോകുമ്പം, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇൻ കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെയൊക്കെ പോകുമ്പം നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്തതകളുണ്ട്. അത് സെയിം അതിനു മുമ്പ് ഞാൻ പണ്ട് പോയി കഴിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അന്നേരവും നമ്മൾ വിചാരിക്കുന്നത് അവിടുത്തെ നല്ലതാണ്, നമ്മുടെയും നല്ലതാണ്. നമ്മുടെ ഇപ്പം മോശമൊന്നല്ല, പക്ഷെ കുറേ കൂടെ ഫുഡിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കോഴിക്കോടത്തെ ഫുഡ്, അതുപോലെ പറയാനാണെങ്കിൽ ഓരോ സ്ഥലത്തെ ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ ഫുഡ് ഇപ്പൊ കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീലാണ്. പാലക്കാട് പോയി അവിടുത്തെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേറൊരു സ്റ്റൈലാണ്. കണ്ണൂർ പോയിട്ട് കഴിക്കുന്നത് തലശ്ശേരി, ഇപ്പൊ കണ്ണൂർ തന്നെ കണ്ണൂർ വേറെ സ്റ്റൈലിൽ കഴിക്കാം, തലശ്ശേരി വടകര ആ സ്ഥലത്ത് വേറെ, മാഹിയിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമാണ്. അപ്പൊ എല്ലാ സ്ഥലത്തെയും ഭക്ഷണത്തിന് അതിൻ്റെതായ ഒരു പ്രാദേശികമായിട്ടുള്ള ഇതെല്ലാം അവിടുത്തെ ഒരു നമ്മൾ ജനിച്ചു വളരുന്ന ആ ചുറ്റുപാടും അവിടെ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് വന്നത് അങ്ങനെ വന്നതാണ്. ആ എരിവിന്റെ അളവൊക്കെയാണല്ലോ, എരിവും പുളിയും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് ഇതിന്റെ മെയിൻ സംഭവം. മെയിൻ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഏകദേശം ഒന്നാണ്. മിക്കതും ഒന്ന് തേങ്ങ അല്ലെ തേങ്ങാപ്പാല് ഒരു സംഭവമാണ്. ബാക്കിയെല്ലാം കുരുമുളക്, നമുക്ക് കിട്ടുന്ന സുഗന്ധദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളും എന്ന് വെച്ചാൽ ഇപ്പോൾ ഏലക്കയും പട്ടയും ഗ്രാമ്പും പെരുംജീരകം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഈ സാധനത്തിന്റെ ഒരു മാജിക്കാണ്. ഇതിനകത്ത് ചിക്കനോ താറാവോ കോഴിയോ ആടോ മാറുന്നതല്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ സെയിം ഇൻഗ്രീഡിയൻസും സെയിം ആയിട്ടുള്ള പ്രൊഡ്യൂസും വെച്ചിട്ട് ഇത്രയധികം വ്യത്യസ്തമായിട്ട് വേറൊരു സ്ഥലത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ യൂറോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പൊ ഫ്രാൻസ് ഒരു ക്വിസിനായിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ക്വിസിൻ ഭയങ്കര അവിടെ ഇപ്പൊ ഉള്ള സാധനം അതിപ്പോ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് അവരുടെ നാഷണൽ. അത് നിങ്ങളത് ബർമിംഗ്ഹാമിൽ പോയി കഴിച്ചോ, ലണ്ടനിൽ പോയി കഴിച്ചോ, കാർഡിഫിൽ കഴിച്ചോ, മാഞ്ചസ്റ്ററിൽ പോയിക്കോ, എല്ലാം സെയിം ആണ്. പക്ഷെ നമ്മുടെ ഒരു മീൻകറി, ഇപ്പൊ ആലപ്പുഴയിൽ കിട്ടുന്ന ഒരു മീൻകറി, അപ്പൊ അവിടുന്ന് ഒരു മീൻ എടുത്തിട്ട് അവർ മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ മീൻകറി, അത് നേരെ തലശ്ശേരി ചെല്ലുമ്പോൾ തേങ്ങ അരച്ചിട്ട് വേറെ സ്ഥലം മത്സ്യക്കറിയാണ് അല്ലേ. ഒരേ ഫിഷ്, ഒരേ ഇൻഗ്രീഡിയൻ, ഒരേ തേങ്ങയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും യാതൊരുവിധ സാമ്യവോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ കമ്പാരിഷൻ ഇല്ലാത്ത രീതിയിൽ ഓരോന്നിനും അതിന്റെ യൂണിക്കായിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഇത്രയും അത്ഭുതം തോന്നിയത് നമ്മളിതൊന്നും ഇത് എത്രയോ വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന ഒരു ചെറിയൊരു സംസ്ഥാനത്തെ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുടെ ഇടയിൽ ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് വ്യത്യസ്തമായ കൾച്ചർ ഓഫ് ഫുഡ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എത്ര ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് വരുന്നില്ലല്ലോ എന്നൊരു കംപ്ലൈന്റ് പോലെ നമ്മൾ പറയാറുണ്ട്. അമ്മ ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ഫുഡ് ഏതാ ഷെഫിന്റെ? എനിക്ക് എന്റെ സ്ഥലം എന്ന് വെച്ചാൽ കൊല്ലത്ത് അഷ്ടമുടി കായലിന്റെ അടുത്തുള്ള ഒരു ദ്വീപാണ്. ഭയങ്കര വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് എന്ന് എനിക്ക് വേണേൽ പറയാം. അതിപ്പം നമ്മൾ കുറെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ബയസല്ലേ, നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കായലിൽ കിട്ടാത്ത മത്സ്യങ്ങളില്ല, അത്രമാത്രം വെറൈറ്റി. എൻ്റെ തൊട്ടടുത്ത് നമ്മൾ അറബിക്കടലും ഉണ്ട്. ഓക്കെ, ഒരു 2 കിലോമീറ്റേഴ്സ് ദൂരെ എൻ്റെ വീട് ഒരു കായലിന്റെ നടുക്കാണ്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം ഇപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ നീണ്ടകര, തങ്കശ്ശേരി, വാടി എന്ന് പറഞ്ഞ കടൽ മത്സ്യങ്ങൾ ഇത്രയും കിട്ടുന്ന സ്ഥലമാണ്. അപ്പം മത്സ്യം എന്ന് പറഞ്ഞത് നമുക്കൊരു ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഇപ്പൊ കായൽ മത്സ്യങ്ങളും പുഴ മത്സ്യങ്ങളും അതുപോലെ ഈ കടൽ മത്സ്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ സീ ഫുഡാണ് ഫേവറേറ്റ് എപ്പോഴും. അപ്പം വീട്ടിൽ ഞങ്ങൾക്ക് ആയിട്ടുള്ള നേരത്തെ ഈ ഏത്തക്ക കൊതപ്പിച്ചെന്ന് പറഞ്ഞ ആന്റി ഉണ്ടാക്കുന്നത് ഭയങ്കര സ്പെഷ്യൽ പോലെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കുറെ സ്പെഷ്യൽ സാധനം. എൻ്റെ വീട്ടിലല്ല, ഞങ്ങളുടെ ആ നാട്ടില് പ്രത്യേകിച്ച് മുരിങ്ങ ഇറച്ചി എന്ന് പറയുന്ന സാധനമുണ്ട്, ഓയിസ്റ്റേഴ്സ് ആണ്. അത് തലശ്ശേരിലൊക്കെ ഉണ്ട്. മുരു എന്നായിരിക്കും നിങ്ങൾ പറയാം, കഴിച്ചിട്ടുണ്ടാവും. സോ ആ മുരു എന്ന് പറഞ്ഞാൽ അത് ഷെല്ല് പൊട്ടിച്ച് അതിനകത്ത് നിന്ന് എടുക്കുക. അത് ഭയങ്കര ഏറ്റവും സ്കില്ലുള്ളൊരു ജോലിയാണ്. അത് ഭയങ്കര ഷാർപ്പാണ്. അത് എടുക്കുന്നവരുടെ കൈയും കാലൊക്കെ എപ്പോഴും ഇങ്ങനെ മുറിവായിരിക്കും അത് പ്രിപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് അതിന്റെ ഇറച്ചി എടുത്തിട്ട് അതിന് ഭയങ്കര വെള്ളമാണ്. അപ്പൊ ആ വെള്ളം ആദ്യം വറ്റിച്ച് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിനകത്തൊരു മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്യും, ബോയിൽ ചെയ്തിട്ട് വെള്ളം വറ്റിച്ചിട്ട് ഈ സാധനത്തിന് ഓൾറെഡി ആ മസാലയൊക്കെ പിടിച്ച് ഡ്രൈ ആയതിനു ശേഷം ഈ മസാലയോട് കൂടി വെളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് പൊരിച്ച് കുരുമുളക് ഇട്ടെടുക്കും. എന്നിട്ട് അത് ഒരു വൺ ഓഫ് ദ അമേസിങ് ഡിഷായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് തീയൽ അത് തെക്കരുടെ ഒരു ഫേവറേറ്റ് സാധനമാണ്. അത് എനിക്ക് ആ എഫർട്ട് ഒരിക്കലും ഈ വടക്ക് മലബാർ രീതിയിൽ അങ്ങനെ തീയലിനോട് അങ്ങനെ ഒരു പ്രാധാന്യമോ അത് അത്ര കാണില്ല. തീയൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല തീയൽ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പേഷ്യൻസ് വേണം. തേങ്ങ ഈവൻ തിരുങ്ങുന്നത് പോലെ തുടങ്ങും, ഒരേ ഈവനിൽ തിരുങ്ങണം. അതല്ലെങ്കിൽ വറക്കുമ്പം അതിന്റെ കളർ മാറും. അപ്പോൾ ഒരേ അളവിൽ തിരിങ്ങി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതായത് ഇങ്ങനെ നമ്മൾ സ്പീഡിൽ തിരിങ്ങിയാൽ വലിയൊരു പീസ് വരും, ചെറിയൊരു പീസ് വരും. അത് തീയലിന് പാടില്ല. കാരണം അപ്പോൾ തേങ്ങ സ്ലോ റോസ്റ്റ് ചെയ്യുമ്പം ആ വലിയ പീസ് ചിലപ്പം റോസ്റ്റ് ആവില്ല, ചെറുത് കരിയും. അപ്പോൾ ആ ടേസ്റ്റ് മാറും. അപ്പോൾ പണ്ട് തീയലൊക്കെ ഉണ്ടാക്കുക തേങ്ങ പഴുത്ത തേങ്ങ, അതായത് ഒരുപാട്
ഓവർ ഡ്രൈ ആവരുത്, വെടലയാവരുത്. ഇൻ ബിറ്റ്വീനിൽ പഴുത്ത തേങ്ങ എന്ന് പറയാം, പഴുത്ത തേങ്ങ മാറ്റിയിടും തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതെടുത്തിട്ട് തിരിങ്ങി പഴയ കാലത്തൊക്കെ ഈ കൊതുമ്പ് വെച്ചിട്ടാണ് ചെയ്യുക. കൊതുമ്പിന്റെ എന്ന് വെച്ചാൽ ഈ ഓരോ വിറകിന് പോലും ഈ ഫുഡിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ കൊതുമ്പ്, ചൂട്ട്, ചിരട്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ വിറകുകളിടും. അപ്പൊ ഇതിന്റെയൊക്കെ ചൂട് വ്യത്യാസമാണ്. ഇപ്പൊ കൊതുമ്പ് എന്ന് വെച്ചാൽ ഒരേ ടെമ്പറേച്ചറിൽ ഇങ്ങനെ കത്തി കുറേ നേരം ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ തീ കൂടുക കുറേ ചെയ്യില്ല. അപ്പൊ ആ ചെറിയ ചൂടിൽ ഉരുളിയിൽ ഇത് ഇട്ടിട്ട് ഇങ്ങനെ സ്ലോ റോസ്റ്റ് ചെയ്ത് വറുത്തരയ്ക്കുന്ന, നിങ്ങൾ സാമ്പാറിനൊക്കെ അരക്കുന്ന ഇതിന്റെ വേറെ സ്റ്റൈലാണ്, മലബാർ രീതിയിൽ. അപ്പൊ ഈ ചെറിയ തേങ്ങയൊക്കെ ഇങ്ങനെ സ്ലോ റോസ്റ്റ് ചെയ്ത് അത് നല്ല ക്ഷമയോടെ ഇരിക്കണം. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു 4 ഇളക്കിളക്കി വറകുന്നില്ല, തീ കൂട്ടി വെച്ച് വറുത്തെടുക്കും. അപ്പൊ ആ ടേസ്റ്റ് കിട്ടില്ല, ആ കളർ കിട്ടില്ല. അപ്പൊ ഈ ചെറിയ ചൂടോട് കൂടിയിട്ട് ഇത് വറുത്തെടുത്ത് മാറ്റി മസാലയൊക്കെ ഇട്ട് ഒരു തുള്ളി വെള്ളം തൊടാണ്ട് ഈ കല്ലിൽ അരച്ച് മഷിയുടെ കണക്കെടുക്കും. അപ്പൊ ഒരു ബ്രൗണിഷ് കളർ. അത് അരയ്ക്കുമ്പോ തന്നെ ആ തേങ്ങ വറുത്തതിന്റെ ഒരു മണം ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട്. എന്നിട്ട് ഈ അരപ്പിനകത്ത് ഈ ചെമ്മീനിട്ട് വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ, പച്ചമുളക് വട്ടത്തിൽ കീറി തക്കാളി ഇട്ടിട്ടുള്ള ഒരു കൊഞ്ച് തീയൽ, ചെമ്മീൻ തീയൽ. ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മളൊക്കെ അത് ഉണ്ടാക്കിയാലും നമുക്ക് ആ ഒരു അതിന്റെ ഒരു 100% പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? കാരണം അത്രയും പേഷ്യൻസ് ആണ് എനിക്ക് മനസ്സിലായത്. തേങ്ങ വറുക്കുന്നതിലും റോസ്റ്റ് ചെയ്യുന്നതിനകത്തും അരച്ചെടുക്കുന്നതിനകത്തും പിന്നീട് ആ ചെമ്മീനും പച്ചക്കറിയും ചെറിയ ഉള്ളിയും സവാളയും പറഞ്ഞ അതൊരു വെജിറ്റബിൾ എല്ലാം കൂടെ ചേർന്നൊരു കറിയല്ലേ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ അരപ്പിട്ടിട്ട് ഇങ്ങനെ കുറുകി ഒരു കറുത്ത കളറ് വരും. എന്നിട്ട് അത് എനിക്ക് പറയുമ്പോൾ തന്നെ ഒരു 20 മിനിറ്റ്സ് ഇത് കൂൾ ഡൗൺ ആവും. കൂളായിട്ട് ഈ ഫ്ലേവർ എല്ലാം കൂടെ ഈ പ്രോൺസിനകത്ത് വരും. ഈ ചോറിനകത്ത് ഈ കറി മാത്രം മതി, വേറൊന്നും വേണ്ട. സന്തോഷം. ഭയങ്കര സന്തോഷം. നമുക്ക് കൈരളിയിലെ ഫ്രഷറൊക്കെ ആയിട്ട് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റി. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ഫ്രഷർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പൊ പുതിയ വർഷമാണ്. നമ്മളെല്ലാവരും വലിയൊരു സംഘർഷാവസ്ഥയിലൊക്കെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പുതിയ വർഷം ഒരുപാട് ഹാപ്പിനെസ്സും അല്ലേ, ഒത്തിരി ഐശ്വര്യങ്ങളും എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. Merry Christmas and Happy New Year. Thank you so much. Thank you.